അണുമണിത്തൂക്കം ഷെറ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഹറാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അന്യന്റെ സ്വത്ത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുത്തനെ മാനം കെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരുത്തനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒരു പാവപ്പെട്ടവനെയോ അല്ലാത്തവനെയോ പരിഹസിച്ചിട്ടുണ്ടോ, നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ, മാനം കെടുത്തിയിട്ടുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, ഈ ഖുർആൻ മുൻനിർത്തി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിനക്കതിന്റെ പ്രതിഫലം തരാതിരിക്കൂല, ശിക്ഷിക്കാതിരിക്കൂല. നീ ചെയ്ത പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനെ കുറിച്ച് നിന്നോട് വിചാരണ ചെയ്യൂല, ഒരുപക്ഷെ നരകത്തിലിട്ട് ശിക്ഷിക്കൂല. അതേ സമയത്ത് എവിടെയെങ്കിലും വെച്ച് നിന്നോട് അതിന്റെ പകരം വീട്ടാതെ റബ്ബ് വിടൂല. ചിലർക്ക് മരണസമയത്ത്, ചിലർക്ക് ഖബറിന്റെ ഖബറില്, ചിലർക്ക് അതാ ഉയർത്തെഴുന്നേൽക്കുമ്പോഴ്, ചിലർക്ക് മഹ്ശറയില്, ചിലർക്ക് നന്മതിന്മ തൂക്കുമ്പോഴ്, ചിലർക്ക് പാലം കടക്കുമ്പോഴ്, എവിടെയെങ്കിലും വെച്ചിട്ട് റബ്ബ് വീട്ടാതിരിക്കൂല, അത് പൂർത്തിയായിട്ട് തരാതിരിക്കൂല. വേണ്ട വേണ്ട, ഒരിക്കലും നല്ലവരും തന്നെ ഹസനാത്തും സയ്യിആത്തും ഒരിക്കലും തുല്യമല്ല. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത് സവാഅൻ മഹ്യാഹും വമമാതുഹും സഅ മാ യഹ്കുമൂൻ. ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിച്ചിരിക്കുകയില്ല, ചിന്തിച്ചിരിക്കുകയില്ല, മനസ്സിലാക്കിയിരിക്കുകയില്ല. ജീവിതത്തിൽ മനുഷ്യൻ തെറ്റു ചെയ്താൽ, ഹറാം ചെയ്താൽ, കള്ള് കുടിച്ചാൽ, വ്യഭിചരിച്ചാൽ, മ്യൂസിക്കുള്ള പാട്ട് കേട്ടാൽ, മറ്റൊരാളെ മാനം കെടുത്തിയാൽ, അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചാൽ, ആഖിർ സമാനിലെ മക്കളെ, മറ്റൊരുത്തന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ പറ്റുമോ? മറ്റൊരുത്തനെ രക്തം ചൊരിയാൻ പറ്റുമോ? ആക്രമിക്കാൻ പറ്റുമോ? അതേ രൂപത്തിൽ തന്നെയാണ് മറ്റുള്ളവരെ മാനമെന്ന് ഹബീബ് പറഞ്ഞത് ബുഖാരിയിലില്ലേ? ഇന്നമാ അംവാലക്കും വദിമാഅക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തുനബി അവിടുന്ന് പറഞ്ഞതാ. 1,24,000 വരുന്ന സ്വഹാബികളോട് അവിടുന്ന് പറഞ്ഞതാ. എത്ര കണ്ട് നിങ്ങളെ സമ്പത്തിന് സ്ഥാനങ്ങളുണ്ട്, സമ്പത്തിന് പവിത്രതയുണ്ട്, രക്തങ്ങൾക്ക് പവിത്രതയുണ്ട്.